Greetings to all the precious in our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. First, I thank God for everyone who is here today, because it's only God's will that brings anyone here. ഇന്ന് കൂടി വരുത്തിയ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൊണ്ടുവരാതെ ആരും കടന്നു വരികയില്ലല്ലോ. I just wanted to mention a thought that I just had right now while we were sitting for Justin and me. Whoever's new here today may not realize, but we have a theme of holiness for this year, and our theme for this month is to see God in order to maintain holiness. ദിവസങ്ങളിൽ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ അവൻ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്ന വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരുപക്ഷെ എപ്പോഴും വരാത്തവർക്ക് അറിവില്ലായിരിക്കാം. ഓരോ മാസവും ദൈവം ഞങ്ങൾക്ക് ഒരു തീമുണ്ട്. ഈ വർഷത്തെ തീം കർത്താവിന്റെ വിശുദ്ധിയോട് അടുത്ത് വരിക, വിശുദ്ധിയെ തേക്കുന്ന ഒരു വർഷം. അതിനുള്ള ബന്ധത്തിൽ ഓരോ മാസവും ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ച് ഓരോ ചിന്തകൾ ആ മാസത്തേക്ക് തരും. ഈ മാസത്തെ ചിന്ത വിശുദ്ധി നമ്മൾ ദൈവസനയിൽ വർദ്ധിപ്പിക്കാൻ ആദ്യത്തെ ഒരു കാര്യം ദൈവത്തിനടുത്ത് വന്ന് ദൈവത്തിനെ കാണണം. ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തെ തിരുത്താൻ നമ്മൾ പലപ്പോഴും അതിന് അവസരം എടുക്കാറില്ല. ഞാൻ എടുക്കാൻ എന്റെ എല്ലാം ശരി, ഞാൻ ചെയ്യുന്നതിന് ശരി. ദൈവത്തിനടുത്ത് വരുമ്പോൾ നമ്മുടെ കുറവ് യേശയ്യാവ് കണ്ടതുപോലെ, അതുപോലെ ഇയ്യോബ് കണ്ടതുപോലെ കുറവ് കണ്ടിട്ട് നമ്മളെ തന്നെ വെറുക്കാനും കർത്താവേ ഞാൻ റൈറ്റല്ലല്ലോ തിരുത്തണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതായിരുന്നു ഈ മാസത്തെ ചിന്താ വിഷയം. I think around 2 weeks ago I started with the word, and I was speaking about how we see God in all of creation within this earth, and honoring that or seeing that and learning of that gives glory unto God himself, and we're able to see him and maintain holiness. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അതിനുള്ള ബന്ധത്തില് ഒരു സങ്കീർത്തനത്തിൽ 19-ാം സങ്കീർത്തനത്തിൽ ഞാൻ സംസാരിക്കാനിടയായി. പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. ആകാശഗാനങ്ങൾ അവന്റെ കൈവേലിയെ അറിയിക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നുള്ള ആ ചിന്തയില് ദൈവത്തെ കാണാൻ, ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ ദൈവത്തിന്റെ കരവിരുത് കാണാൻ, ഒത്തിരി കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നിങ്ങൾ വർദ്ധിക്കുകയും ദൈവത്തോട് ഒത്തിരി അടുത്ത് വരുവാൻ നിങ്ങൾക്ക് മുഖാന്തരമായി തീരുകയും അവൻ ചെയ്യുവാൻ ഇടയാകുമെന്ന് ആ സംഘത്തിനുള്ള ബന്ധത്തില് അവൻ സഭയിൽ പങ്കുവെക്കുവാൻ ഇടയായി. But many times the reason our holiness is compromised is because we can't seem to see God within other people. പലപ്പോഴും എന്തുകൊണ്ട് നമ്മുടെ വിശുദ്ധിക്ക് ക്ഷതമേൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവൻ മറ്റുള്ളവരില് ദൈവത്തെ കാണുവാൻ നമ്മളെ കൊണ്ട് കഴിയാൻ സാധിക്കാതെ വരുമ്പോൾ അവൻ സ്വന്തം അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായിട്ട് മാറി നാം വിശുദ്ധി വിട്ടിട്ട് എന്തിനാ ഈ ദൈവത്തിന്റെ കൂടെ നടക്കുന്നത് പറഞ്ഞ് മാറിപ്പോകാൻ നമുക്ക് പലപ്പോഴും ഇടയാണ്. Although the scriptures have written word for word itself that every man, every woman has been made in God's image itself, we fail to see that every single day. പ്രിയമുള്ളവരെ, അവൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ശത്രുക്കളാണേലും നമ്മൾ ഏറ്റവും വെറുക്കുന്നവരാണേലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ. ഇവൻ എന്റെ ശത്രു, അവന്റെ ശത്രു. നമ്മൾ അവരെ വ്യക്തികളെ കാണുന്നത് ശത്രുക്കളായിട്ടും നമ്മെ വെറുക്കുന്നവരായിട്ടും എപ്പോഴും നമുക്ക് അവരുടെ പകയും വിദ്വേഷവും അവിടെ അകന്നു പോകാൻ, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ അവരെ കാണുന്നത്. അങ്ങനെ കാണരുത്. ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമ്മൾ മറ്റുള്ള മനുഷ്യരെ ദുഷിക്കരുത്, ഒരാളെ ഹത്യ ചെയ്യരുത്. കാരണം നമ്മൾ വാക്കുകൊണ്ടത് കുടുംബജീവിതത്തിലാണ് പ്രശ്നം വരികയാണെങ്കിലും നമ്മൾ പലപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും എന്താ പ്രശ്നം? കാരണം നമുക്ക് മറ്റുള്ളവരിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവര് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ഞാൻ അവരുടെ നാവ് കൊണ്ട് അനാവശ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരെ ദോഷം ചെയ്യാൻ പോകുമ്പോൾ, അയ്യോ ഞാൻ ചെയ്യുന്നത് അവൻ സ്വന്തം ആ വ്യക്തി, കാരണം അവനെ ഉപയോഗിക്കുന്ന ശത്രുവാ. ഒരു കാര്യം നമ്മൾ പലപ്പോഴും ആ വ്യക്തിക്കെതിരെ എടുക്കും. അവൻ സ്വന്തം. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. പ്രീസസിന്റെ സാക്ഷ്യം മനോഹരമായിരുന്നു. പക്ഷെ ആ സ്ത്രീ അല്ല, ആ മാനേജർ അല്ല പ്രശ്നം. അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഇവര് ശത്രുവും ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഡിപ്രസ്ഡ് ആകും. വിശുദ്ധി ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു, ഇതെല്ലാം എനിക്ക് പ്രതികൂലമാണോ എന്ന് പറഞ്ഞ് അവരിലെ ദോഷം കാണുന്നതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധിയിൽ മുന്നേറാൻ കഴിയാതെ നമ്മൾ നിരാശപ്പെട്ട് നമ്മൾ എന്തിനാ കൂടുതൽ നന്നാകുന്ന ആസാബ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു 73-ാം സംഘത്തിൽ വായിച്ചതുപോലെ മാറി പോകും. അതുകൊണ്ട് ദൈവത്തെ അവൻ മനുഷ്യരിൽ കാണാനായിട്ട് കഴിയുന്നില്ല. ദൈവസാന്നിധ്യം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കാണാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും കൈത്തിലും പകയിലും കാണുമ്പോൾ ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ മനുഷ്യനെ വെറുക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് അവിശുദ്ധിയും ആ വേർപാടും സന്തോഷവും നഷ്ടപ്പെടുവാൻ ഇടയാൻ അങ്ങനെ ആകല്ലേ പ്രിയമുള്ളവരെ. As Dad just said, many relationships such as between husband and wives, between family, between siblings, between parents, they're compromised because you fail to see God right there. Because in Romans it says that even though when we're created with morals, because in Romans it says that even the people who did not have the word of God or who didn't end up knowing Jesus Christ, they will be judged by the set of morals that God has put in their head.
അവൻ പ്രിയമുള്ളവരെ, ദൈവത്തിനും പഠിക്കുമ്പോൾ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വേള രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനല്ല, അവൻ ദൈവം ഇല്ലാത്തവനായ എത്തിയസ്റ്റിന്റെ വീട്ടിൽ ജനിച്ചതാണെ പോലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അവർക്ക് ന്യായപ്രമാണമില്ല, ബൈബിൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനസാക്ഷി എന്നൊരു കാര്യം എല്ലാവരുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നു അവൻ ന്യായപ്രമാണമില്ല, സുവിശേഷം അറിയത്തില്ല എന്നെങ്കിലും മനസാക്ഷി വെച്ച് ന്യായം വിധിക്കുമെന്ന് പൗലോസിനെ പഠിപ്പിക്കുക. കാരണം ദൈവത്തിന്റെ മോറൽസ്, ദൈവത്തിന്റെ അവൻ സ്വന്തം ചെയ്യുന്നു. ആ നീതി അവൻ ബോധം എന്നൊരു കാര്യം നമ്മുടെ ഉള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഏത് ഭീകരന്റെ ഉള്ളിലുമുണ്ട്, ഏത് മനുഷ്യന്റെ ഉള്ളിലുണ്ട് മോറൽസ്. അവൻ ചെയ്യുന്ന തെറ്റാണെന്ന് അറിയാം, അത് ഓട്ടോമാറ്റിക് ആയിട്ട് പറയുന്ന പലപ്പോഴും നമ്മൾ അതിന് ലിസൺ ചെയ്യാറില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു നീ സുവിശേഷം അറിഞ്ഞില്ലേ പോലും മനസാക്ഷി വെച്ച്, റോമാലേഖനം പഠിക്കുമ്പോൾ കാണാം, മനസാക്ഷി വെച്ച് ദൈവം മനുഷ്യനെ വിധിക്കും. And due to that conscience, we have a sense of righteousness that we feel in all of our relationships. We feel as though someone did us wrong, and we have an account of wrongs and rights because of that consciousness, because we know what is right and wrong to us. അവൻ കാരണം ആ ദൈവം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് മറ്റുള്ളവർ നമ്മോടും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്ത് ശരിയായില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെയ്ത് തെറ്റായി ശരിയാണെന്ന് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവർ ആ വിഷയം നിങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് നീതിയല്ല എന്നോട് ചെയ്തത്, അത് ശരിയല്ല ചെയ്തത്, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. And due to that very conscience of morality, you feel as though you are moral and other people are immoral unto you, and you fail to see God's holiness within your relationships. അവൻ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? മറ്റുള്ള മനുഷ്യർ നമ്മോട് തെറ്റ് ചെയ്യുമ്പോൾ അവനോട് തെറ്റ് ചെയ്തു, അവൻ അതുകൊണ്ട് അവർ ശരിയല്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അവൻ മറ്റു മനുഷ്യരിലുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ നമ്മളിലുള്ള ആ നീതിബോധം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരി അവനോട് ചെയ്ത് തെറ്റെന്നൊരു ചിന്ത, അവൻ ദൈവ സാന്നിധ്യത്തെ അതിൽ കാണാൻ കഴിയാതെ വണ്ണം നമ്മെ ആക്കിയിട്ട് ആ ബന്ധങ്ങൾ വിഘടിക്കും, ബന്ധങ്ങൾ തകരും. സഹോദരങ്ങൾ, രക്തബന്ധങ്ങൾ തമ്മിലാണെങ്കിൽ അവൻ സഹോദരങ്ങൾ, ഇപ്പോൾ അവൻ എന്റെ അനുജനാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തെങ്കിൽ അതെന്റെ ഉള്ളിലേക്ക് കൈപ്പായി വന്നിട്ട് പിന്നെ ഞാൻ അവന്റെ വീട്ടിലോട്ട് കയറത്തില്ല, അവന്റെ വീട്ടിലോട്ട് പോകത്തില്ല, അവനെ പ്രാർത്ഥിക്കത്തില്ല, ഇടപെടത്തില്ല, അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മെ മാറ്റും. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പിന്നെ ആ ഭർത്താവിനോട് മിണ്ടത്തില്ല, ആ ഭാര്യയോട് മിണ്ടത്തില്ല, പിന്നെ എപ്പോ കണ്ടാലും പകയോട് മാത്രമേ കാണുള്ളൂ. ആ സ്നേഹം ദൈവത്തെ കാണാൻ കഴിയാത്തത് കൊണ്ട് അവൻ സ്വന്തം ചെയ്യുന്നു ആ വിശുദ്ധിയിലേക്ക് വരാൻ, ഇല്ലെങ്കിൽ ആ മൊറാലിറ്റി തന്നെ നമ്മെ നയിക്കുന്നുണ്ട്. ഇമ്മോറലായിട്ടുള്ള കാര്യം എന്നോട് ചെയ്തു എന്നൊരു ചിന്ത അവൻ നമ്മെ പകയിലേക്ക് നയിക്കും. ദൈവവിശുദ്ധി കാണാനോ ദൈവസ്നേഹം കാണാനോ നമ്മെ കൊണ്ട് കഴിയാതെയാണ്. If we live by our moral conscience, we live by a set of wrongs and rights, and we feel as though we're righteous. But if you read the Word of God, but if you come to know God in your life, you realize that there is no righteousness within you. And one of the greatest examples of love is written in Ephesians 5 verse 25. It says, husbands, love your wives as just as Christ also loved the church and gave himself up for her. Amen. ദൈവപ്രിയമുള്ളവരെ, അങ്ങനെ ഒരു നീതിബോധം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവൻ ഇന്നാരും ചെയ്ത തെറ്റ് ആ ഒരു ഇതനുസരിച്ച് നമ്മൾ കാണുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു, അവർ ചെയ്ത തെറ്റ്, അവർ ആ തെറ്റിന് ശിക്ഷ അറിയിക്കുന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വന്നിട്ട് അവൻ സ്വന്തം സ്നേഹിക്കേണ്ട വണ്ണം സ്നേഹിക്കാൻ കഴിയാതെ ആകുന്നു, അല്ലെ കാണേണ്ട വണ്ണം കാണാൻ കഴിയുക. കാരണം ദൈവത്തെ കാണുന്നില്ല, ആ വ്യക്തിയിൽ ഉള്ള ദൈവ സാന്നിധ്യം സ്വരൂപം തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ അവൻ നീതിബോധത്തിൽ മാത്രം, സ്വയ നീതിയിൽ മാത്രം ജീവിക്കും. ഞാൻ ചെയ്തതെല്ലാം ശരി, അവർ ചെയ്തതെല്ലാം തെറ്റ് എന്നൊരു ചിന്തയിൽ നടക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയാതെ വരുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് വരുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, അവൻ സ്വന്തം ചെയ്യുന്നു. സഹോദരന്മാരോട് പറയുമ്പോൾ അവൻ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. സഭയെ എങ്ങനെയാ ക്രിസ്തു സ്നേഹിച്ചത്? അധർമ്മിയായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നന്നായ ശേഷമല്ല യേശു പോയി മരിച്ചത്. അവൾ നന്നായിട്ട് ഞാൻ ശരിയായി അവൻ ചെയ്യാമെന്നല്ല യേശു പറയുന്നത്. പാപിയായിരിക്കും, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ഞാൻ നന്നായ ശേഷമല്ല. അതുപോലെ ഭർത്താവെ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. അവൾ നന്നായ ശേഷം അവൻ അവളെ സ്നേഹിക്കുന്നില്ല. ക്രിസ്തു അങ്ങനെ എന്നെ നിന്നെ സ്നേഹിച്ചത്. ക്രിസ്തുവിന്റെ ഭാവം കാണണം, ക്രിസ്തുവിന്റെ മുഖം കാണണം, ദൈവ സ്വരൂപം കാണണം. അവിടെ കാണുമ്പോൾ ഭാര്യയെ സ്നേഹിക്കേണ്ടത് അവൻ സ്വന്തം അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു. എപ്പോഴാ? അവൾ നന്നായ ശേഷമല്ല, പാപിയായി കിടക്കുമ്പോൾ, ദൈവത്തെ തിരിച്ചറിയാതെ നടക്കുമ്പോൾ അവൾക്ക് വേണ്ടി മരിക്കാൻ ആ കാൽവരി കുലമരത്തിൽ 3 കരിരുമ്പാണികളിൽ അവൾക്ക് വേണ്ടി പിടിഞ്ഞ് ചങ്കിലെ അവസാനത്തുള്ളി ചോര വരെ ഊറ്റിക്കൊടുത്ത് അവൻ മരിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് അവൻ കയറി പറഞ്ഞു പപ്പ അവൻ സ്വന്തം ചെയ്ത. But essentially, if you have a consciousness and you know what God has done for you, you should be seeing God in every single relationship you have with anybody, because if you fail to do that, you fail to have mercy on other people. And
if that is so, the Heavenly Father cannot forgive you as well. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കട്ടെ പ്രിയമുള്ളവർ, ഈ വർഷം ഈ അവസാന ഞായറാഴ്ചയാണല്ലോ മാസത്തെ വിശുദ്ധിയിൽ തികയണമെങ്കിൽ നീ ദൈവത്തെ കാണണമെന്നാണ് നമ്മൾ ഈ മാസം ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏത് ബന്ധങ്ങളാണെങ്കിലും, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാകട്ടെ, മക്കളോടുള്ള ബന്ധത്തിലാകട്ടെ, അപ്പനമ്മമാരുടെ ബന്ധത്തിലാകട്ടെ, കൂട്ടുകാരോടോ ജോലിക്കാരോടുള്ള ബന്ധത്തിലാകട്ടെ, അവിടെ ക്രിസ്തുവിനെ കാണാനൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചില്ലെങ്കിൽ, യേശുവിനെ കാണാൻ, യേശുവിൻ്റെ മുഖം കാണാൻ ഒരു ഹൃദയം നമ്മൾ വ്യാപരിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകും. അതിനെ ആ പാപമെന്ന് പറയുന്ന അമർഷ്യ തെറ്റിപ്പോകുമ്പോൾ വിഷയം ഇതാ, പണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അത് കാണാൻ പഠിച്ച് പറയാൻ യേശുവിനെ പറ്റില്ല. എവണ്ണം പ്രാർത്ഥിപ്പി മോഡല്ല കൊടുത്തിരിക്കുന്നത്, റിപ്പീറ്റ്. കാരണം യേശു പിന്നീട് ഒന്ന് പഠിപ്പിക്കുമ്പോൾ പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത്. യേശുവിന്റെ മോഡൽ പ്രാർത്ഥനയ്ക്കകത്ത് പുത്രന്റെ നാമമില്ല. അവൻ സ്വന്തം ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ പറയുന്നു അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ ആ മോഡൽ പ്രാർത്ഥന ഒരു കാര്യം, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് നിങ്ങളുടെ കടകളും പാപങ്ങളും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ഭാവം ആ മുഖം കണ്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകളെ നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവരോട് ഇടപെടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ മാറി മാറി പോകും. പറ്റുന്നില്ല. ക്രിസ്തുവിന്റെ ഭാവം നമ്മളില്ലാതെയാകും. ദൈവമുഖം കാണാൻ കഴിയാതെയാകും. പകയിലും പിണക്കത്തിലും ക്ഷോഭത്തിലും ഇതൊക്കെ സഭകൾ പ്രസംഗിക്കപ്പെടുന്നില്ല. പ്രസംഗിയുടെ മനുഷ്യർ തിരുത്തി കറക്റ്റായിട്ട് വന്നത് ഇതൊക്കെ ശിശുക്കളുടെ മുഴുവടിക്കുന്നതിന് വായിൽ ദൈവം എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവ് തരുന്ന കാര്യം. ഇത് PhD എടുത്താലോ ബൈബിളിൽ പോലെ കിട്ടുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകൾ അത് കേട്ടനുസരിച്ചാൽ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുവാനും ദൈവം നമ്മോട് ക്ഷമിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പാതയിൽ ഓടുവാനും നമ്മെ കൊണ്ട് കഴിയും. So I encourage you, whenever you're in an argument, a rough patch, anything, whether it be with anyone, your parents, anything, any relationship you have, whenever you're having an argument, our consciousness of righteousness, our account of wrongs and rights that God has given us because He created us as moral beings. When you're in a rough patch, an argument, your first reaction is to speak back, to defend. But when you're in that, take a moment, realize that God is here. God is here because when Christ came down to earth, He did not come to leave, but He came to leave the Holy Spirit, which is God dwelling with us. So whenever you're speaking with anyone, take a moment, wait, realize and see that God is right next to them as He is right next to you. And if you're able to see God's face, you're able to have mercy on them as God had mercy on you. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏത് ബന്ധങ്ങളിലാണെങ്കിലും ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് ബന്ധങ്ങളിൽ ശുദ്ധീകരണം വന്നിട്ടുണ്ടെങ്കിലും അല്പനം നിങ്ങൾ എടുക്കൂ. ആ ബന്ധത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിന് നീതിബോധമുള്ളതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ ക്ഷമിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ക്ഷുബ്ധരാകും, നിങ്ങൾ കോപം കൊണ്ട് നിറയും. ഇത് ചെയ്ത തെറ്റ് അനീതിയാണെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ വളരെ മനസാക്ഷി വാദിക്കും. അതിന്റെ മധ്യത്തിൽ യേശുവിനെ ഒന്ന് കാണാൻ, ആ ദൈവമുഖം ഒന്ന് കാണാൻ. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ പുത്രനായ യേശു അവനെ നമുക്ക് വെളിപ്പെടുത്തിയിരുന്നു. ആ കാൽവരി ക്രൂശിരൂപം ഒന്ന് കാണാൻ, എനിക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹം ഒന്ന് കാണുമ്പോൾ നമ്മുടെ നീതിബോധം ഉണ്ടെങ്കിലും അതിന് അന്യപൂർവ്വം കർത്താവിന്റെ സ്നേഹം. എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ചത്, എൻ്റെ 500 വെള്ളിക്കാശ് ഇളച്ചു തന്നത്. ഇപ്പോൾ 20 വെള്ളിക്കാശ് കടംപെട്ടവനെ കാണുമ്പോൾ കൊങ്ങയ്ക്ക് പിടിക്കാൻ നമുക്ക് തോന്നില്ല. ദൈവമുഖം കാണുമ്പോൾ നാം ക്ഷമിക്കും. അല്പം ആ പ്രശ്നങ്ങൾ അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നീതിബോധത്താൽ നിറഞ്ഞ നിങ്ങളുടെ ഉള്ളിൽ ചോറ് അല്പം നിങ്ങൾ പോസ് ചെയ്യണം. ഒന്ന് അല്പനേരം അവരുടെ മധ്യത്തിൽ അല്ലെങ്കിൽ അവരിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് കാണാൻ നിങ്ങൾ കണ്ടാൽ, ആ യേശുവിനെ ഒന്ന് കാണാൻ നിങ്ങൾ ലോകമനുഷ്യനെ പോലെ പ്രതികരിക്കുന്നത്. ശരിയാ, നീതിബോധമാണ്, നീതിയാണ്, ശരിയാ, നിങ്ങൾ ചിന്തിക്കുന്ന ദൈവത്തിന്റെ നീതി തന്നെയാണ്. പക്ഷെ അവിടെ ക്ഷമിപ്പാൻ, കരുണയും കാണിപ്പാൻ, നോങ്ങേപ്പുറം കാണുക, അഗാപ്പയെല്ലാം ദൈവസ്നേഹം വ്യാപരിപ്പാനിടയാണ്. കുടുംബങ്ങൾ തകരില്ല, സഹോദര ബന്ധങ്ങൾ തകരില്ല, അപ്പനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം തകരില്ല, ജോലികളിൽ ബന്ധം തകരില്ല. ഈ ദിവസങ്ങളിൽ ദൈവമുഖം കാണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. So one quote I like, I want to finish off with this. Something I heard once before was, keep your voice low because it's rain that grows flowers, not thunder. Amen. Keep your voice low because it is rain that grows flowers, not thunder. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഈ ഒരു കോട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്, എപ്പോഴും റിസൗണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിലാക്കുക, ലോ ആക്കുക. ഒരു കാര്യം തിരിച്ചറിയും,
ഇടിവെട്ടല്ല പൂക്കളെ വളർത്തുന്നത്, മഴയാണ്. മഴ പെയ്യുമ്പോൾ, നിലം കുതിരുമ്പോൾ ചെടികൾ വളരുന്നു, പുഷ്പങ്ങൾ പുഷ്പിക്കും. ഇടിവെട്ടും മിന്നലും ഒരിക്കലും, ശരിയാ, ഇടിവെട്ടിയാണ് മഴ പെയ്യുന്നത്, സത്യം. പക്ഷെ ഇടിവെട്ട് കൊണ്ട് കാര്യം നടക്കില്ല. മഴ പെയ്യാൻ അല്പസമയം കൊടുക്കും. So thank you. I hope that God's words are resounding in everybody here today. And thank you for the new family that came today. I know Jess because she comes to the Christian Club. I see her very often in the Christian Club cabinet, and I appreciate you for coming in week in, week out, and also on an NHSSU. So thank you to the family, and I hope God's words may resound upon you.